everyone, so welcome back to my YouTube channel. It's me Sona here. Today I am going to do a get ready with me for എൻ്റെ സ്വന്തം വീട്ടിൽ പോണ ലുക്ക്. So I know some people don't like this kind of video. The main thing is, why am I doing this kind of video? Because I like it. I like it this kind of video. So നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് എൻ്റെ വീട്ടിൽ പോണ ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കുറേ തവണയായി എൻ്റെ വീട്ടിൽ പോണ വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡിയാണ് ഞാൻ ചെയ്യുന്നത്. ദിസ് ഈസ് മൈ റോ ഫേസ്. എൻ്റെ ഫേസിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ടിട്ടില്ല. ബട്ട് ഐ ആം ഹോണസ്റ്റ്ലി സേ ദാറ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടാണ്ട് നമ്മൾ ക്യാമറേൻ്റെ മുന്നിൽ വരുമ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ് കുറവ്, അതുകൊണ്ടാണ് ഇട്ടത്. ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഞാൻ ഷെയ്ഡായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ, അങ്ങനെ വാരി വലിച്ചൊന്നും ഇട്ടിട്ടില്ല. അപ്പം അത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, വേറെ ഞാൻ എൻ്റെ ഫേസിലൊന്നും ഇട്ടിട്ടില്ല. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ടോണറാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഗറിൻ്റെ ഫേസ് വാഷാണ്. അതിട്ടിട്ട് നല്ല രീതിയിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഒരു ടവൽ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ദിസ് പ്രൊഡക്റ്റാണ്, ദിസ് ടൂണർ അലൗ ഇറ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ ഇതൊന്ന് അബ്സോർബ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. എന്നിട്ട് മാത്രമേ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ആക്കാൻ പാടുള്ളൂ. ഇതൊന്ന് അബ്സോർബ് ആവട്ടെ. ഓക്കെ, ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് കോസ്റാക്സിൻ്റെ സ്നെയിൽ 96 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ എപ്പോഴും എല്ലാത്തിലും ഉപയോഗിക്കുമെന്ന് വെച്ചാൽ ഇല്ല, എവിടെയെങ്കിലും ലോങ് കുറേ നേരം നമ്മൾ നിൽക്കേണ്ട ഇതിലൊക്കെയാണ് ഞാനിത് യൂസ് ആക്കാറുള്ളൂ. ഇതിടുമ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈം കൊടുക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ യൂസ് ആക്കാൻ പോണത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ല്. സ്മെല്ലുണ്ടെന്ന് വെച്ചാൽ എനിക്ക് മണക്കാൻ ഭയങ്കര ഇഷ്ടമില്ല. ദാറ്റ്സ് ദ മെയിൻ റീസൺ. ആൻഡ് ദ സ്കിൻ കെയർ പ്രൊഡക്റ്റ്, ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി സൺസ്ക്രീൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ നമ്മുടെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഒന്ന് കൊടുക്കുമെന്ന് മാത്രം. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ്, ഞാൻ ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷൻ, മോയ്സ്ചർ, സൺസ്ക്രീൻ എല്ലാം ഇതിലുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ ഷെയ്ഡാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല, ബട്ട് കറക്റ്റായിരിക്കും അല്ലേ. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് കുഴപ്പമായിട്ട് തോന്നണില്ല. എൻ്റെ സ്കിന്നിനധികം മാച്ചായിട്ടാണ് എനിക്കിത് തോന്നാറ്. ഓക്കെ, എല്ലായിടത്തും ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലായിടത്തും സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും വീട്ടിൽ പോകുമ്പോൾ എന്തിനാ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കണോണ്ട് മേക്കപ്പ് ചെയ്തതാണ്. അതിൻ്റെ ഓരോ മൂഡ് അനുസരിച്ചായിരിക്കും. മേ ബി ഞാൻ ചിലപ്പോൾ കുതിർലക്കിൽ ജസ്റ്റ് സ്കിൻ കെയർ ചെയ്തിട്ട് മാത്രം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് ഇറങ്ങും. അങ്ങനെയൊക്കെ ചില സമയത്ത് നല്ല രീതിയിൽ ഞാൻ ഒരുങ്ങിയിട്ട് പോകും. അതിൻ്റെ അപ്പോഴത്തെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം.
So okay, the next one is eyeliner. ദ ഫൈനൽ ലുക്ക്. ഇതും ഹൈലൈറ്ററാണ്, മോയ്സ്ചറാണ്, പ്രൈമറാണ്. നൈബേൻ്റെ സ്ട്രോക്ക് ക്രീമാണിത്. ഞാൻ ഇതിപ്പോഴാണ് വായിച്ചു നോക്കണത് ഹൈലൈറ്റർ ആണെന്നൊക്കെ. അങ്ങനെ വായിച്ചു നോക്കാൻ നിന്നിട്ടില്ല. ബട്ട് ഇവർ പറയുന്നത് ശരിയാണ്, ഇതെൻ്റെ ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. അത് ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്നത് ഇടുമ്പോൾ തന്നെ കണ്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. ആക്ച്വലി എനിക്ക് കാണില്ല ഗൈസ്. ഓൾറെഡി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഇത് വേറെണ്ട. ഓക്കെ, ഫേസ് മേക്കപ്പ് ഓൾറെഡി ഞാൻ കഴിഞ്ഞു. ഹെയർ ജസ്റ്റ് ഒന്ന് ബൺ ചെയ്ത് കെട്ടാം. ഞാൻ പൊക്കി കെട്ടും, മുടി അലമ്പാവും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടിയിട്ട് കാണാം. സോ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ പാക്കിങ് കഴിഞ്ഞു. പാക്കിംഗ് എന്ന് പറയാനില്ല, ഡ്രസ്സൊക്കെ അവിടെ ഇടാനുണ്ട്. എന്നാലും എവിടെയെങ്കിലും അടുത്തെവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പെയർ കരുതാറുണ്ട്. പിന്നെ എൻ്റെ ബാക്കി ഐറ്റംസൊക്കെ എടുത്തു. നമ്മൾ പോവുകയാണ് ഗൈസ്, ഡോറൊക്കെ അടച്ച്. സോ അങ്ങനെ ഞാനിന്ന് ആദ്യമായിട്ട് നമ്മുടെ പ്രിയദർശിനി ബസ്സിൽ 0 ടിക്കറ്റ് കൊടുത്ത് ആദ്യമായിട്ടാണ് ഇന്ന് കയറിയത്. അങ്ങനെ നമ്മൾ കളമശ്ശേരിയിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. അനിയനെ വിളിച്ചു, അവനക്ക് തിരക്കായതുകൊണ്ട് വന്നില്ല. പിന്നെ അത് മാത്രമല്ല മഴയുണ്ടായിരുന്നു, അപ്പോൾ ഓട്ടോറിക്ഷയായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ടയേർഡുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്നെത്തി. എപ്പോഴും പോണ പോലെ ഭയങ്കര ടയേർഡ്നെസ് ഒന്നും ഇന്ന് തോന്നിയിട്ടില്ല. വീട്ടിൽ ചെന്നപ്പോൾ ചായയും സമൂസയും ഉണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്.